വെൽക്കം ബാക്ക്. വീണ്ടും സ്വാഗതം. നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പിലൊരു മെസ്സേജ് അയച്ച ഉടനെ അതിലൊരു അക്ഷരത്തെറ്റോ മറ്റ് തെറ്റായ വിവരങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ട് അയ്യോ ഇതെങ്ങനെ തിരുത്തുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? വാട്സപ്പ് അതിനൊരു പരിഹാരം നൽകിയിട്ടുണ്ട്, പക്ഷെ അതിന് ചില പരിമിതികളുണ്ട്. എന്നാൽ ഈ കാര്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ വാട്സപ്പ് അവസരം നൽകുന്നുണ്ട്. തെറ്റായി അയച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിൽ തിരുത്താം. ഇവിടെ നമ്മൾക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ മൊബൈലിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു പാരൻറ്റിന് ഒരു മെസ്സേജ് അയക്കുന്നു, സെൻഡ് മീ 5 ducks പ്ലീസ്. കിട്ടിയ അച്ഛനോ അമ്മയോ എന്തിനാണ് ഇവൻ 5 താറാവ് എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. ഇതൊരു ടൈപ്പിംഗ് എററാണ്. ആക്ച്വലി ഹീ വാണ്ടഡ് ടു ആസ്ക് ഫോർ $5. ബിക്ക് പകരം അവൻ ഡി ടൈപ്പ് ചെയ്തു. എന്നാൽ അവന് വേണമെങ്കിൽ ഉടനെ തന്നെ ഇത് തിരുത്താം. ഇവിടെ എഡിറ്റ് മെനു ഇൻവോക്ക് ചെയ്യാൻ ഈ 3 ഡോട്ട് കാണുന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എഡിറ്റ് മെനു കാണാൻ കഴിയും. എഡിറ്റ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അയച്ച മെസ്സേജിൻ്റെ ചുവട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി മറ്റൊരു മെസ്സേജ് വരും. ഇതിൽ ഡക്സ് എന്നുള്ളത് ബക്സ് എന്ന് ടൈപ്പ് ചെയ്ത് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താൽ ഒരു കറക്റ്റഡ് മെസ്സേജ് റിസീവറുടെ ഫോണിലേക്ക് പോകും. ഇവിടെ കാണാം സെൻഡ് മീ $5 പ്ലീസ് എന്നാകുന്നു. എന്നാൽ ഈ എഡിറ്റിങ്ങിന് ചില പരിമിതികളുണ്ട്. യു ക്യാൻ എഡിറ്റ് എ മെസ്സേജ് ഓൺലി വിത്തിൻ 15 minutes ഓഫ് സെൻഡിങ് ഇറ്റ്. നമ്മുടെ ഒരു സ്ട്രോക്കൊക്കെ വന്ന പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഗോൾഡൻ അവർ ഉണ്ടെന്ന് പറയുന്നത് പോലെ അയച്ച മെസ്സേജിൽ ഒരു അപകടം വന്നാൽ അതിന് ഒരു സമയമുണ്ട്, ഒരു ലിമിറ്റുണ്ട്. ഗോൾഡൻ അവർ എന്ന് പറയുന്നത് പോലെ ഗോൾഡൻ മിനിറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് 15 മിനിറ്റ് മാത്രമാണ്. യു ക്യാൻ എഡിറ്റ് എ മെസ്സേജ് ഓൺലി വിത്തിൻ 15 minutes ഓഫ് സെൻഡിങ് ഇറ്റ്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഓൺലി ടെക്സ്റ്റ് മെസ്സേജ് മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. വീഡിയോസ്, വോയിസ് മെസ്സേജസ്, ഡോക്യുമെൻറ്റ്സ്, സ്റ്റിക്കേഴ്സ്, ഇതിൻ്റെ ക്യാപ്ഷൻസ് ഇതൊന്നും തന്നെ ഒരിക്കൽ അയച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റഡ് മെസ്സേജ് ഇവിടെ കാണാം. നിങ്ങൾക്ക് എഡിറ്റഡ് ആ ടൈമും കുറിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് എഡിറ്റിംഗ് കഴിഞ്ഞാൽ മെസ്സേജ് റിസീവറുടെ ഫോണിലും അയക്കുന്ന ആളുടെ ഫോണിലും അപ്പിയർ ചെയ്യുന്നത്. ദ എഡിറ്റഡ് മെസ്സേജ് വിൽ ഡിസ്പ്ലേ ആൻ എഡിറ്റഡ് ലേബൽ. അതുപോലെ റെസിപ്പൻറ്റിന് ഒറിജിനൽ മെസ്സേജ് കാണാനും പറ്റില്ല. എഡിറ്റ് ചെയ്യപ്പെട്ട മെസ്സേജിനും വാട്സപ്പിൻ്റെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ അവൈലബിളാണ്. വാട്ട് ഈ 15 minutes ആർ ഓവർ? ഈ 15 മിനിറ്റ് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾക്ക് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന ഫീച്ചർ ഉപയോഗിച്ച് ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒരു മെസ്സേജ് ഒറിജിനേറ്റ് ചെയ്യാം. ഈ ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന ഓപ്ഷനും ഒരു ലിമിറ്റേഷനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ടൈം മാക്സിമം 2 ദിവസവും 12 മണിക്കൂറും അല്ലെങ്കിൽ 60 മണിക്കൂറാണ്. ഈ എഡിറ്റും ഡിലീറ്റും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കാം. എഡിറ്റിന് 15 minutes ടൈം ലിമിറ്റുണ്ട്. ഡിലീറ്റ് ഫോർ എവരി വണ്ണ് 60 hours ടൈം ലിമിറ്റുണ്ട്. അല്ലെങ്കിൽ 2 ദിവസം 12 മണിക്കൂർ ടൈം ലിമിറ്റുണ്ട്. റെസിപ്പൻറ്റ് നോസ്, കിട്ടുന്ന ആൾക്ക് എഡിറ്റ് ആണെങ്കിൽ യെസ്, കിട്ടുന്ന ആൾക്ക് മെസ്സേജിൻ്റെ കൂടെ എഡിറ്റഡ് ഒരു ടൈം സ്റ്റാമ്പും കാണാം. അതുപോലെ തന്നെ ഡിലീറ്റ് ഫോർ എവരി വൺ യൂസ് ചെയ്യുകയാണെങ്കിൽ മെസ്സേജ് ഒറിജിനലി ഉണ്ടായിരുന്ന പ്ലേസ് ഹോൾഡറിൽ ദിസ് മെസ്സേജ് വാസ് ഡിലീറ്റഡ് എന്ന ഒരു നരേഷൻ കാണാം. എഡിറ്റിലായാലും ഡിലീറ്റ് ഫോർ എവരി വണ്ണിലായാലും ഒറിജിനൽ മെസ്സേജ് അവൈലബിൾ ആയിരിക്കുകയില്ല. ഡിലീറ്റ് എന്ന് ഉള്ളത് സെൻഡറുടെ ഫോണിൽ എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഈ ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്താൽ മാത്രമേ അത് റിസീവ് ചെയ്യുന്ന ആളുടെ ഫോണിലും ഡിലീറ്റ് ആവുകയുള്ളൂ. എഡിറ്റ് എന്നൊരു ചെറിയൊരു ഫെസിലിറ്റിയാണ്. ബട്ട് ദിസ് എ സ്മോൾ feature which can save you from many awkward situations. So the next time you notice a typo, after pressing send, remember you have only 15 minutes to fix it. Hope this video has been useful to you. Please like the video and share it as usual.
And if you are not already subscribed to our channel, please do subscribe now. Thank you for watching. Hope to see you soon with another useful video. Take care.